വസുദൈവ കുടുംബകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇതാണ് ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. കൊല്ലം ജില്ലയിൽ കേരള തമിഴ്നാട് അതിർത്തിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ശാസ്താക്ഷേത്രമാണ് ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. കേരളത്തിലെ പ്രധാനപ്പെട്ട 5 ശാസ്താക്ഷേത്രങ്ങളിലൊന്നാണ് ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. പ്രധാനപ്പെട്ട ഈ 5 ശാസ്താക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചിരിക്കുന്നത് പരശുരാമ സ്വാമികളാണ്. ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശ്രീ ധർമ്മശാസ്താവിനെ അഥവാ അയ്യപ്പനെ കൗമാര രൂപത്തിലാണ് ഇവിടെ ആരാധിക്കുന്നത്. ആര്യങ്കാവ് അയ്യനെന്നും തിരു ആര്യനെന്നും പ്രാദേശികമായി ഈ ദേവത അറിയപ്പെടുന്നു. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് റോഡ് നിരപ്പിൽ നിന്നും ഏകദേശം 35 അടി താഴ്ചയിലാണ്. നാലമ്പലത്തിനുള്ളിൽ പുരുഷന്മാർക്ക് പ്രവേശിക്കാം. എന്നാൽ ശബരിമലയിലതുപോലെ ഇവിടെയും 10നും 50നും മധ്യ പ്രായമുള്ള സ്ത്രീകൾക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശനമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രഭരണം. ക്ഷേത്രത്തിലേക്കുള്ള പടവുകൾ പകുതി ഇറങ്ങുമ്പോൾ ഇടതുവശത്തായി അയ്യപ്പസ്വാമിയുടെ കാവൽ ദൈവങ്ങളായ കറുപ്പസ്വാമിയെയും കറുപ്പായി അമ്മയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഒറ്റക്കല്ലിൽ തീർത്തിരിക്കുന്ന തൃക്കല്യാണ മണ്ഡപം. ദ്രാവിഡ നിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന പൊക്കമേറിയ തറയാണിത്. ഇതാണ് കല്ലടയാർ. ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുകൂടി തന്നെയാണ് കല്ലടയാർ ഒഴുകുന്നത്. ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രധാന ഐതിഹ്യം ഭഗവാന്റെ തൃക്കല്യാണവുമായി ബന്ധപ്പെട്ടതാണ്. ഐതിഹ്യം ഇപ്രകാരമാണ്. മധുരയിൽ പട്ടുനൂൽ വ്യാപാരം നടത്തിയിരുന്ന സൗരാഷ്ട്ര ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരു വ്യാപാരിക്ക് പുഷ്കലാദേവി എന്നൊരു മകളുണ്ടായിരുന്നു. കച്ചവടത്തിനായി കേരളത്തിലേക്ക് വന്ന വ്യാപാരിയും മകളും രാത്രിയായപ്പോൾ ആര്യങ്കാവിന് സമീപമുള്ള വനത്തിൽ തങ്ങുകയുണ്ടായി. അവർക്ക് നേരെ ആനകളുടെ ആക്രമണമുണ്ടാവുകയും അപ്പോൾ ശാസ്താവ് ഒരു വേട്ടക്കാരൻ്റെ രൂപത്തിൽ അവിടെ എത്തി അവരെ രക്ഷിക്കുകയും ചെയ്തു. ആനകളുടെ ആക്രമണത്തിൽ നിന്നും തങ്ങളെ രക്ഷിച്ച ആ വേട്ടക്കാരന് തൻ്റെ മകളെ വിവാഹം നൽകി കൊടുക്കുവാൻ ആ വ്യാപാരി ആഗ്രഹം പ്രകടിപ്പിച്ചു. പിറ്റേ ദിവസം ആര്യങ്കാവ് ക്ഷേത്രത്തിൽ വെച്ച് മകളുടെ വിവാഹം നടത്തുവാൻ വ്യാപാരി നിശ്ചയിച്ചു. പിറ്റേ ദിവസം വിവാഹത്തിനായി വ്യാപാരി ആര്യങ്കാവ് ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവിടെയൊന്നും തൻ്റെ മകളെ കാണുവാൻ സാധിച്ചില്ല. തൻ്റെ മകളെ അവിടെയൊക്കെ തിരയുന്ന അവസരത്തിൽ ക്ഷേത്രത്തിലെ ശാസ്താവിൻ്റെ വിഗ്രഹത്തിൻ്റെ അരികിലായി പുഷ്കലാദേവിയുടെ ഒരു കൊച്ചു വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴാണ് വ്യാപാരിക്കും മറ്റുള്ളവർക്കും മനസ്സിലായത് തങ്ങളെ ആനകളിൽ നിന്നും രക്ഷിച്ചത് വേട്ടക്കാരൻ രൂപത്തിലെത്തിയത് ശ്രീ ധർമ്മശാസ്താവായിരുന്നു എന്നുള്ള സത്യം. അങ്ങനെ പുഷ്കലാദേവി ഭഗവാനിൽ ലയിച്ചു ചേരുകയും അതിൻ്റെ ഓർമ്മ പുതുക്കാനാണ് എല്ലാ വർഷവും ധനുമാസത്തിൽ ഇവിടെ തൃക്കല്യാണം എന്ന ഉത്സവം ആഘോഷിക്കുകയും ചെയ്യുന്നത്. തൃക്കല്യാണ ദിവസം വിവാഹത്തിൻ്റെ എല്ലാ ചടങ്ങുകളും ഇവിടെ ഉണ്ടെങ്കിലും താലി കെട്ടുന്നതിന് തൊട്ട് മുമ്പായി ദേവി ഋതുമതിയായതിൻ്റെ പ്രതീകമായി ഒരു ചുവന്ന പട്ടുയർത്തി കാണിച്ച് വിവാഹം മാറ്റിവെച്ചതായി പ്രഖ്യാപിക്കുന്ന ഒരാചാരം ഇവിടെയുണ്ട്. ഇവിടെ തൃക്കല്യാണം തമിഴ് ആചാരപ്രകാരമാണ് നടക്കുന്നത്. ഇതുമൂലം ഇവിടുത്തെ ശാസ്താവ് എന്നും കല്യാണ പെരുമാളായി നിലകൊള്ളുന്നു എന്നാണ് സങ്കല്പം. ഇവിടെ തൃക്കല്യാണ സമയത്ത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന മംഗല്യപ്പട്ടണിഞ്ഞാൽ അവിവാഹിതരായ പെൺകുട്ടികൾക്ക് ഉടൻ മംഗല്യഭാഗ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. വിശേഷാൽ ദിവസങ്ങളൊഴികെ രാവിലെ 5 മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടയടയ്ക്കും. പിന്നീട് വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് രാത്രി 8 മണിക്ക് നടയടയ്ക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മുടെ യാത്ര തിരുമലൈ കോവിലിലേക്കാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.